എന്തൊരു സംഭവത്തിന് നമ്മളൊരു എക്സാം ആവട്ടെ എന്താണെങ്കിലും അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. മൂപ്പറ വേർഡ്സ് എന്നുള്ളത് എന്താണ്, ദ പീപ്പിൾ വാണ്ട് യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ബട്ട് യു ഷുഡിൻ ബി ചേഞ്ച് ഇറ്റ് അറ്റ് ഓൾ ബിക്കോസ് യു വാണ്ട് ടു ബി യുവർ സെൽഫ് അറ്റ് ഓൾ എന്നുള്ള ആ ഒരു വേർഡ്. എക്സാം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു റിയൽ ഒരു ഫാക്ച്വൽ സംഭവമാണ്. എനിക്കിത് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് ഞാൻ ബാക്കിലാണ്, എൻ്റെ പഠനത്തിന് സ്പീഡില്ല. സൊല്യൂഷനാണ് ഹാപ്പി ബ്രോ എന്ന് പറയുന്ന സിസ്റ്റം. ഈ ഹാപ്പി ബ്രോ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 to 3 minutes കോളാണ്. ആ സ്ട്രെസ് ഒന്നും കൂടി കൂടും, സ്ട്രെസ്സിൻ്റെ ഉള്ളിലേക്ക് അവർ കയറും. ഇപ്പോൾ നമുക്കൊരു എക്സാമിൻ്റെ സമയമാണല്ലോ, അതായത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കോളേജിൽ എക്സാം എങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളേജിൽ എക്സാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു 1 month പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീനസ്, ഒരു ഹെർക്കുലിയൻ ടാസ്ക് പോലെ ഇരിക്കും നമുക്ക് ഉണ്ടാകുക. മെരിച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ എത്ര പഠിച്ചാലും പഠിയൂല എന്നുള്ള ഒരു സ്ട്രെസ് നമുക്ക് കയറി വരാൻ തുടങ്ങും. എസ്പെഷ്യലി ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് എത്തുമ്പോൾ, എക്സാമുകളിൽ പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഒരുപാട് ആസ്പിറൻസിൻ്റെ കേസിൽ ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കാം. സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളൊരു അക്കാഡമിക് ജേർണിൽ വന്നതാണല്ലോ, അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലത്തെ പല സംഭവങ്ങളും നിങ്ങൾ നേരിട്ടുണ്ടാവും. അത് നമ്മൾ ഇതിൽ ബേസിക്കലി എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം, അതായത് എക്സാം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു റിയൽ ഒരു ഫാക്ച്വൽ സംഭവമാണ്. അതുണ്ട്, ഒരുപാട് ആളുകൾക്ക് അതുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ പൊതുവേ എക്സാം സ്ട്രെസ് അത്ര ബാധിക്കാത്ത ഒരാളാണ് ഞാൻ. ഏതൊരു എക്സാമിനും സിമ്പിളായിട്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് പൊതുവെ എക്സാമുകൾക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഈ കേൾക്കുന്ന ആളുകളോട് അങ്ങനെയല്ല, അവരതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓരോരുത്തരുടെ ഓരോരോ രീതിയാണല്ലോ. അപ്പോൾ ഞാൻ പൊതുവേ സ്വാഭാവികമായിട്ടും ഏത് എക്സാം ആണെങ്കിലും അത്ര വലിയ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കാറില്ല. എൻ്റെ ലൈഫിനെ പോലെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ എക്സാമുകൾക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ഓരോ പേഴ്സൺസ് അനുസരിച്ചായിരിക്കും കുറച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു കംപ്രഹെൻസീവ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ നമ്മളിതിൽ തന്നെ കുറച്ച് കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്. അവർ ഫുൾ ടൈം നമ്മൾ കൊടുക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ടൊക്കെ അവർ പഠിക്കും. പക്ഷേ അവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എക്സാം അടുക്കുന്നതിനനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം പൊതുവെ കാണാറുണ്ട്. പല ആളുകൾക്കും ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളതിൽ എങ്ങനെ അതിനെ നമ്മൾ മറികടക്കുക എന്നുള്ളതാണ് ഒരു സംഭവം. ആ മറികടക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാനതിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് വരാതെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ മറികടക്കൽ ഭയങ്കര പ്രോബ്ലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും സൈക്കോളജിക്കലി ഉള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ ഇത് എങ്ങനെ മറികടക്കുക എന്നുള്ളതിന് ഒരുപാട് സെഷൻസ്, അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോലും വലിയൊരു മാറ്റം പലപ്പോഴും ഇല്ലാത്ത ഒരു ലെവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിനെ കാണുന്നത് എപ്പോഴും ഈ ഒരു സ്ട്രെസ്സിലേക്ക് കടക്കാതെ എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്. അല്ല, നമുക്കിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും ഒരു സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബീയിങ് കാം എന്നാണ്. അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട്. ഫ്രം ദ വേർഡ്സ് ഓഫ് ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണിനെ ഇപ്പോൾ ഒരു പ്ലെയറിനോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അവസാനത്തെ ഓവറിലാണെങ്കിൽ ധോണി തന്നെ അതിനൊരു വലിയ ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ്. അപ്പം മൂപ്പറ വേർഡ്സ് എന്നുള്ളത് എന്താണ്, ദ പീപ്പിൾ വാണ്ട് യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ബട്ട് യു ഷുഡിൻ ബി ചേഞ്ച് ഇറ്റ് അറ്റ് ഓൾ ബിക്കോസ് യു വാണ്ട് ടു ബി യുവർ സെൽഫ് അറ്റ് ഓൾ എന്നുള്ള ആ ഒരു വേർഡ് ധോണി അത് ബേസിക്കലി ആ ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റുകളിൽ പോലും ആ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ആണ് ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ആസ്പിറൻസ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ഇതിനെങ്ങനെ നിങ്ങളിങ്ങനെ, ഞാൻ എന്താന്ന് വെച്ചാല് എൻ്റെ ഒരു കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് തന്നെ ഈ സ്ട്രെസ്സിലേക്ക് കടക്കാതിരിക്കാനുള്ള ആ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാനിപ്പോൾ അതിൽ അർജന്റീന വേൾഡ് കപ്പിൽ കളിച്ചൊരു സ്ട്രാറ്റജിയാണ് ഞാൻ ഒന്നും കൂടി നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഹോളണ്ടിനെറ്റ് ഒരു സെമിയാണോ, ഹോളണ്ടിനെറ്റ് കളിച്ചത് അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനലാണെന്ന് തോന്നുന്നു. എന്തായാലും അന്ന് ലോകത്തെ എല്ലാവർക്കും ഭയങ്കര എന്ത് സംഭവിക്കും, അർജന്റീനയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും, ആകെ അങ്ങ് കുടുങ്ങി. അതായത് ലയണൽ മെസ്സിക്ക് ഒരു കപ്പ് വേണം, എല്ലാവരും ലയണൽ മെസ്സിക്ക് ഒപ്പുണ്ട്. ഈവൻ പേര് കേട്ട ബ്രസീൽ ഫാൻസിന്റെ ആളുകൾ പോലും മെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ലോകകപ്പാന്ന് പറയാം നമ്മൾ ഖത്തർ വേൾഡ് കപ്പ്. ആ ഒരു സമയത്ത് എന്തായിരിക്കും സ്കലോണിയുടെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും നോക്കി കാണുമ്പോൾ സ്കലോണി ആ ഒരു ടൈമിൽ ടീമിനെ അവിടെ വിന്യസിപ്പിച്ച ഒരു രീതിയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ സാധാരണയുള്ള ശൈലിയിൽ നിന്ന് ഡിഫറെൻ്റായി വിങ്ങർമാർ, ഹോളണ്ടിൻ്റെ വിങ്ങർമാരെ കൃത്യമായിട്ട് പൂട്ടുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് ആര് പോയി,
അർജന്റീന കൂടുതൽ ഡിഫൻസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് അർജന്റീനയുടെ ഒരു സ്ട്രാറ്റജി അതിലേക്ക് പോയിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു സംഭവത്തിനെയും നമ്മളൊരു എക്സാം ആവട്ടെ എന്താണെങ്കിലും അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാലത്തും എന്ത് എക്സാമിന് നമ്മൾ പോകുമ്പോഴും നമ്മളെ ഒരേ ഒരു സ്ട്രാറ്റജി മാത്രം, എന്നിട്ട് ആ സ്ട്രാറ്റജിയുടെ അവസാനത്തുമ്പോൾ നമ്മൾ സൈഡ് ആവും ചെയ്യും. ആ ഒരു സംഭവത്തിനാണ് ശരിക്കും മാറ്റം വരേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ അതല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സ്റ്റുഡൻസിൻ്റെ സർക്കിളിലൊക്കെ നമ്മുടെ മെൻറ്റീസിൻ്റെ ഒക്കെ സർക്കിളിൽ കൂടുതലും ഈ സ്ട്രെസ്സിലേക്ക് പോകുന്ന ആളുകൾ, എല്ലാവരുടെ കേസിലല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോകുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഏതൊരു എക്സാമിനും ഫുള്ളായിട്ട് സിലബസ് അങ്ങ് കവർ ചെയ്യണം, ഭയങ്കര ഡെപ്തിൽ അങ്ങ് പോകണം, എന്നിട്ടേ എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവേ സ്ട്രെസ്സിൻ്റെ പിടിയിൽ അകപ്പെടുന്നതെന്നാണ് ഞാൻ കാണുന്നത്. ബട്ട് ഒരു എക്സാം എഴുതേണ്ട ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അറ്റ്ലീസ്റ്റ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ് ഒരു സ്വാഭാവികമായിട്ടും വരില്ല. അപ്പോൾ അവിടെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ സിലബസ് കവർ ചെയ്യുക അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു എക്സാമിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു എക്സാം വിജയിക്കുക എന്നുള്ളത് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നില്ല. അത് പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മളൊരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒന്നായിട്ട് അതിൻ്റെ സിലബസ് മുഴുവൻ നമ്മൾ പഠിച്ചു എന്നൊന്നും അതിന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തൊരു എക്സാം ആവട്ടെ ആ എക്സാമിനൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഹോളണ്ടുമായി അർജന്റീനയുടെ കളി, ആ ഒരു കളിക്കുള്ള സ്ട്രാറ്റജിയാണ് അവിടെ അർജന്റീന ബിൽഡ് ചെയ്തത്. അതല്ലാതെ എന്തല്ല എല്ലാ സമയത്തും ഒരേ സ്ട്രാറ്റജി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർജന്റീനക്ക് 4-4-2 എന്നുള്ള പൊസിഷനിൽ ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ ലയണൽ മെസ്സി ഒന്നും കൂടി ഫ്രീ ആവുന്ന ഒരു പൊസിഷൻ ആ ഒരു കളി ഹോളണ്ടിനെതിരെ എടുക്കായിരുന്നു. പക്ഷെ അത് എടുത്തില്ല. എന്തുകൊണ്ടാണ്? ഹോളണ്ടിനെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്ന് കരുതിയ ആളുകൾ പഠിച്ചോട്ടെ, പക്ഷെ അവരെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇതാണ് സ്ട്രെസ്സിലേക്ക് കടക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത്. അതായത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്ന് കരുതുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും അവരൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അവർ ഇത്ര ടൈം പഠിക്കുക, ഇത്ര ടൈം ഫ്രീ ആക്കി വെക്കുക, അങ്ങനെ ഓരോരോ സ്റ്റഡി പ്ലാൻ, ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സിലബസിന് ഇത്ര ഭാഗം കവർ ചെയ്യുക. എന്നാലോ നമ്മൾ പലപ്പോഴും റിയലിസ്റ്റിക് ആവില്ല ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്ട്രെസ്സിലേക്ക് പോകുന്ന ആളുകൾ. അതന്നെ, കാരണം നമ്മിപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മ ഇമാജിൻ ചെയ്ത് തന്നെ രാത്രി വെള്ളം വെച്ച് അതിൽ കാലിട്ട് ഉറക്കൽ ഒഴിവാക്കി ഇനി പഠിത്തത്തിന്റെ രീതിയിൽ പോകണം എന്നുള്ള ഇതിലാണ്. അതെ. അപ്പൊ അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റിയലിസ്റ്റിക് ആവാത്ത ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ യൂണിറ്റ് ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഞാൻ കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോണില്ല. ഇതൊരു റിയാലിറ്റിയാണ്. കാരണം നമ്മൾ ഈ പഠനം തുടങ്ങുമ്പോഴാവും ഒരു പക്ഷെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമുക്കൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വയറുവേദന ആവും. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവേണ്ടതുണ്ട്. അതായത് ഒരു പക്ഷേ ഇന്ന് നമുക്കിത് കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ട് അത് നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, കവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇനി സ്ട്രെസ്സിലേക്ക് പോകുന്നതിന് പകരം അതിനെ കവർ ചെയ്യാൻ എൻ്റെ ടൈം ടേബിളിൽ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം, അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം. അല്ലെങ്കിലുള്ള ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അതല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് ഞാൻ ബാക്കിലാണ്, എൻ്റെ പഠനത്തിന് സ്പീഡില്ല, ആ സ്ട്രെസ് ഒന്നും കൂടി കൂടും. സ്ട്രെസ്സിൻ്റെ ഉള്ളിലേക്ക് അവർ കയറും. അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 മാസത്തെ ഒരു പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ 1 മാസത്തെ പ്രിപ്പറേഷനിലേക്ക് കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ എല്ലാവർക്കും ഉള്ള ഒരു സംഭവം എന്നല്ല, ഈ ഒരു മാസം കൊണ്ട് ഇനി എന്തെല്ലാം മോക്ക് ടെസ്റ്റ് റിവൈസ് ചെയ്യണം, എന്തെല്ലാം റിവിഷൻ ചെയ്യണം, ഈ പഠിച്ച പുസ്തകം ഒന്നും കൂടി നോക്കിയാൽ മതിയോ, ഇങ്ങനത്തെ ഈ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയോ. അപ്പൊ ഇനി ചിലപ്പോൾ എക്സാം എഴുതുമെന്ന് വരെ ചിലപ്പോൾ അവർക്ക് പറയാൻ കഴിയില്ല. പല ആളുകളുടെ കേസിൽ അങ്ങനെയാണ്. എക്സാമിന്റെ ഡേറ്റ് ഇപ്പൊ 16 പറഞ്ഞിരുന്നത് അത് 18 ആക്കി, അതിന്റെ പേരിലൊക്കെ ടെൻഷൻ അടിക്കുന്നത്. 2 ദിവസം കൂടി കൂടുതൽ ഇവർക്ക് കിട്ടുകയാണ്. പക്ഷെ ഈ OMR മാറി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്ട്രെസ്സിലേക്ക് ഇൻ കേസ് കടന്ന ആളുകൾ അവരാദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ നന്നായിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. ഇത് ഞാൻ ലാസ്റ്റ് ഈ IPL ധോണി പറഞ്ഞൊരു കോട്ടുണ്ട്. കാരണം മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞ് സാധാരണ 2020 വേൾഡ് കപ്പിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ മാച്ചുള്ള ടൂർണമെൻറ്റുള്ള സമയത്ത് ഞാൻ കൂടുതലായിട്ട് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ലേറ്റായി എണീക്കാന്നുള്ളതാണ്. കാരണം ഒരു സാധാരണ 10 മണി 11 മണിക്ക് ഉറങ്ങുന്ന ഞാൻ 2 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് എണീക്കേണ്ട ഞാനൊരു 11-12 മണിക്ക് എണീക്കല്. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാണ്ടാക്കാന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാപ്പബിലിറ്റിയാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ചോദിക്കാൻ. അതായത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ
ഉറങ്ങുക എന്ന് പറയുന്നത് ബേസിക്കലി മനുഷ്യൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. 8 മണിക്കൂർ 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ നമ്മൾ പറയും എന്തായാലും. ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്, സ്ട്രെസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഉറക്കത്തിൻ്റെ സമയം നൈറ്റ് ആക്കുക തന്നെ. നൈറ്റിൽ ഉറങ്ങുക എന്നുള്ളതാണ്. പകലിൽ ഒരുപാട് ഉറങ്ങുന്നതിന് പകരം നൈറ്റിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഈ നൈറ്റിൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡിജിറ്റൽ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ ഫോണ്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒന്നും ബ്ലൂ ലൈറ്റ് ഇല്ലാത്ത ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിന്നർ ആസ് ഏർലി ആസ് പോസിബിൾ ഡിന്നർ കഴിക്കുക. നൈറ്റിൽ ഡിന്നർ കഴിക്കുന്നത് നേരത്തെ ആക്കുക. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ലൊരു വയറ് നിറഞ്ഞിട്ടുള്ള പോക്കിന് പകരം വളരെ എന്തായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഉറക്കത്തിലേക്ക് പോവുക. സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ ഫ്രീയും നമ്മൾ വയറും ഫ്രീ ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടും എന്നുള്ളതാണ്. ഒരു 8 ഇഞ്ച് വേണ്ട 8-9 മണിക്കൂർ ആയാലും ശരി. ഈ സ്ട്രെസ്സുള്ള ആളുകൾ നന്നായിട്ട് ഉറങ്ങണം. അവരുറങ്ങിയിട്ട് മോർണിംഗിൽ എഴുന്നേറ്റിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിലൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ സ്ട്രെസ്സുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയതൊന്നും അവർക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊരു റിയാലിറ്റിയാണ്. നമ്മളിപ്പോൾ സ്ട്രെസ്സിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞാലും കടന്നു കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് അവരെന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചാൽ അവർ പഠിക്കണ്ട. ഞാൻ അത്രേ പറയുള്ളൂ. പുതിയതായിട്ടൊന്നും അവരെന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. പക്ഷെ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എക്സാമിന് കൂടുതൽ ചോദിക്കുന്ന അവരുടെ സ്ട്രെങ്ത് ഉള്ള ഏരിയകളുണ്ടല്ലോ, അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അവിടെ ഒന്ന് കോർ സബ്ജക്റ്റ് അവർക്ക് ഏറ്റവും നന്നായിട്ട് അവർ കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന, ഈ സ്ട്രെസ്സുള്ള സമയത്ത് പോലും എനിക്കൊന്ന് നോക്കാൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് ചെയ്യാനെങ്കിലും പറ്റുന്ന ഏരിയകളൊന്ന് നന്നായിട്ട് അവരൊന്ന് നോക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഏരിയാസ് നമുക്ക്, കാരണം എന്ന് പറഞ്ഞാൽ 4 ആൻസർ ഉണ്ടാകുമ്പോൾ ഒരു ആൻസറിലിട്ട് 25% കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ടല്ലോ. ആ ഒരു രീതിയിൽ കറക്കി കുത്താന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പറയാൻ കാരണം എന്ന് വെച്ചാൽ, സ്ട്രെസ്സുള്ള ആളുകൾ ആ അവസാന ടൈമിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ സ്ട്രെങ്ത് ഉള്ള ഏരിയകളൊന്നും കൂടി കാര്യങ്ങൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മൊത്തം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഹോൾ ലൈഫിനെ തന്നെ ബാധിക്കാവുന്ന ഒരു സാധനമാണ്. അതിനാണല്ലോ ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ അവരവർ സ്ട്രെങ്ത് ഉള്ള ഏരിയ പൊതുവേ അത് പഠിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ കഴിയുന്നുണ്ട്. ഈ കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. ഈ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഈ കോൺഫിഡൻസ് ആണ് വേണ്ടത്. വിവരം ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ നോളജ് ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇവരൊരു പക്ഷേ മുമ്പ് വായിക്കാത്തതുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടല്ല. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് കിട്ടുന്നില്ല, അപ്പോൾ അവർ സൈഡായി പോവാണ്. അതിനാണ് ഞാൻ പറഞ്ഞ പരിഹാരം. അവർ കൂടുതലൊന്നും പഠിക്കണ്ട, അവർക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള ഏരിയകൾ അവർ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവർക്ക് വരുന്നൊരു ഫീൽ ഉണ്ടോ, എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്കിത് കഴിയുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വരും എന്നുള്ളതാണ്. അത് തന്നെയാണ് ബേസിക്കലി അവർക്കൊരു ഒരു റിസൾട്ടിന് അല്ലെങ്കിൽ അവരെ എക്സാമിൽ ഈസ് മൈൻഡഡ് ആയിട്ട് പോകാൻ അവരെ സ്വാഭാവികമായിട്ടും പ്രാപ്തമാക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. പിന്നെ അതായത് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഫോർ ഇൻസ്റ്റൻസ് സൈറ ലേണിങ്സ്, ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ ഈ ലാസ്റ്റ് 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൽ നമുക്ക് ഈ സ്ട്രെസ് ഉള്ള സമയത്ത് ഇനി ഇപ്പോൾ ഏതാ പഠിക്കേണ്ടത്, കുറേ പഠിപ്പിച്ച് അതും പഠിക്കുന്നത്, ഇപ്പം വേറെ യൂട്യൂബിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ കാണുമ്പോൾ അവൻ കൂടി പഠിക്കുന്നത്, ഇതെല്ലാം കൂടി ഒന്ന് ജാം ആകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതായത് കൂടെ അവരെ വിളിക്കാനോ അല്ലെങ്കിൽ? ഞങ്ങൾ ബേസിക്കലി എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സ്ട്രെസ്സിന് ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ തന്നെയാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് നല്ല പോസിറ്റീവ് വൈബാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള സമയങ്ങൾ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ, അത് നമ്മളെ സ്ട്രെസ്സിനെ എന്തായാലും ബ്രേക്ക് ചെയ്യും. എൻജോയ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് സൈറയുടെ ആസ്പെക്റ്റിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് സ്ട്രെസ്സ് വരുന്നുണ്ട്, പൊതുവെ എല്ലാവർക്കും വരുന്നത് പോലെ ഇവർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ മുന്നിലൊരു ഭയങ്കര ക്വസ്റ്റ്യനായിരുന്നു, എങ്ങനെ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനം ഒരു സൊല്യൂഷൻ കണ്ട സൊല്യൂഷനാണ് ഹാപ്പി ബ്രോ എന്ന് പറയുന്ന സിസ്റ്റം. ഈ ഹാപ്പി ബ്രോ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 2 to 3 minutes കോളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാമിൽ സൈറയുടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ വീക്ക്ലി ഓർ ഫോർട്ട്നൈറ്റ്ലി സൈറയിൽ നിന്നൊരു കോള് ഷാമിലിനെ തേടി വരും. അപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യാണ് ആരൊക്കെയോ എന്നെ നോക്കാനുണ്ട്,
ആരൊക്കെയോ എൻ്റെ പിന്നിലുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഒരു ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ ആളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ട്രാക്കിലാണോ എന്ന് നോക്കാൻ ഒരാളുണ്ട്. ഈ ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് ഓർ ഫീലിംഗ് ഓഫ് ടുഗദർനെസ്, ഇത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ ഹാപ്പി ബ്രോ എന്ന് പറയുന്ന ഇത് ബേസിക്കലി സൈറക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു 3 മിനിറ്റിൻ്റെ കോൾ ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഓൾറെഡി ആളുകൾ അവൈലബിൾ ആണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്, അവരൊന്ന് കോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇത് കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ കുട്ടികളിൽ ഭയങ്കര ചേർത്ത് പിടിക്കുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് ടൈമൊക്കെയാണ്. എക്സാമിലേക്ക് അടുക്കുമ്പോൾ സ്ട്രെസ് ഇങ്ങനെ കൂടി വരും, ഭയങ്കര ആങ്ഷ്യസ് ആവും, ഭയങ്കര ഇനി എന്ത് ചെയ്യും, ഒന്നും പഠിയുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വായിക്കേണ്ട അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ ജീവിതം ലയണൽ മെസ്സിയുടെ തന്നെയാണെന്ന് ഞാൻ പറയാം. പിന്നെ ഒരുപാട് ആളുകളുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ അത്ലറ്റ്സുകളിൽ ഒരാളാണ് സെറീന വില്യംസ്. അവരുടെയൊക്കെ ലൈഫ് ഒരുപാട് ഇഞ്ചേർഡാണ്. ലയണൽ മെസ്സി നമ്മുടെ മുന്നിലൊക്കെ ഉള്ള ഒരു വളരെ എല്ലാവർക്കും അറിയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏതൊരു സ്പോർട്സ്മാൻ എടുക്കുമ്പോൾ അവർ വരുന്ന ആ ഒരു എന്താണ് ഫാമൈൻ, ഒരു ദാരിദ്ര്യം പിടിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ കുഴിയിൽ നിന്ന് അവർ എണീച്ച് വരണം. അതൊരു ഭയങ്കരമാണ്. ഇപ്പൊ ക്രിസ്ത്യാനോന്റെ ഒക്കെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയില്ലെന്ന് വളർന്നു വന്നിട്ട് ഈവൻ ബർത്ത് ടൈം പോലും കൊല്ലാന്നുള്ള ഒരു അങ്ങനെ ഒരു കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് അവരിപ്പോൾ ലോകത്തിൻ്റെ എവിടെയാണ് അവരെത്തിയതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ അവസാനമായിട്ട് ഞാനിനി ഈ നൊവാക് ജോക്കോവിച്ചിൻ്റെ, ലോകത്ത് ഇപ്പോഴത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ടെന്നീസ് പ്ലെയർ നൊവാക് ജോക്കോവിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് എന്ന് പറയുന്നത് അത്രമേൽ ടെന്നീസ് കളിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സാധനമല്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ അതാ പറയുന്നത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 ഓൾമോസ്റ്റ് 2-3 വർഷക്കാലം ലോകത്തിലെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയെന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുള്ള ഒരേ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ്. അദ്ദേഹം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. പലപ്പോഴും ഇഞ്ചറി ഉണ്ടാകുന്ന സമയം, പലപ്പോഴും മൈൻഡ് ബാക്കിലേക്ക് പോകുന്ന സമയം, പ്രത്യേകിച്ച് നമ്മളെ റാഫേൽ നഡാലിനെ പോലെയുള്ള വലിയ ടെന്നീസ് താരങ്ങൾ കളം ഭരിക്കുന്ന ഒരു സമയത്താണ് ജോക്കോവിച്ചും ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ഒരു പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നിന്ന് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനൊന്നും പിന്തിരിയാതെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഈ സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ട്രാക്കിൽ മുന്നോട്ട് പോവുക, സ്ട്രെസ്സിലേക്ക് കടക്കാതിരിക്കുക, പിന്നെ നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോവുക. തീർച്ചയായിട്ടും അത് ഫലം കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. റിസൾട്ടിന് നമ്മൾ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്തായാലും വരും. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ.